ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. വീരന്മാരെ, കൊട്ടാരം ആക്രമിക്കൂ. ഒരു വഴിയിലൂടെയും അവർ രക്ഷപ്പെടാൻ പാടില്ല. എല്ലാ ഭാഗത്തു നിന്നും അവരെ വളഞ്ഞ് അവരെ ആക്രമിക്കൂ. ആ കൂട്ടവാതിൽ തകർക്കൂ. അകത്ത് ചെന്ന് ആക്രമിക്കൂ. മഹാരാജാവ് എന്നെ ഇതിന്റെ കാവൽക്കാരനായി നിയമിച്ചിരിക്കുക. ഞാൻ ആരെയും അകത്തേക്ക് വിടില്ല. ഈ കോട്ട ഞാൻ കാക്കും. മഹാരാജാവ് വിജയിക്കട്ടെ. കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. വാതിൽ തുറക്ക്. വാതിൽ തുറക്കാനാ പറഞ്ഞത്. തുറക്ക്. ഇടിച്ചു തുറക്ക്. ആ തുറക്കാനല്ലേ പറഞ്ഞത്. മഹാരാജാവ് എന്നെ സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തിയതാണ്. അതുകൊണ്ട് ഇവിടുന്ന് ആർക്കും പുറത്തും പോകാൻ പറ്റില്ല. പുറത്തുനിന്ന് ആർക്കും അകത്തും വരാൻ കഴിയില്ല. മഹാരാജാവ് വിജയിക്കട്ടെ. മറന്നിട്ടുണ്ടാവും. ഇവന്റെ മറവിയുടെ പ്രശ്നം പ്രൊഫസറിന് പറഞ്ഞ എന്തെങ്കിലും ശരിയാക്കണം. അല്ലെങ്കിൽ ഇവൻ ഒരിക്കലും നന്നാവില്ലെന്നേ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് എങ്ങനെ അകത്ത് പോവാൻ നോക്കാം. ഒരടി മുന്നോട്ട് വെക്കരുത്. അങ്ങനെ എങ്ങാനും ചെയ്താലുണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല. ഞാൻ നിങ്ങളെ മഹാരാജാവിന്റെ അരമന ആക്രമിക്കാൻ സമ്മതിക്കില്ല. പിടിച്ചോ. പ്രശ്നം ഗുരുതരമാണ് ബട്ടു. അവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ ഏതൊരു മഹാരാജാവിന്റെ സോൾജർ ആണെന്നാണ്. എന്റെ ഈശ്വരാ, ബട്ടുയുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു. എന്താണെന്ന് അറിയില്ല. താങ്ക് യു ബട്ടു. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു ഇവിടെ പ്രശ്നം ഉണ്ടാവുമെന്ന്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കൂ. ഇനി എന്താ ആലോചിക്കാനാ? ഞാനിപ്പോ അകത്ത് പോയിട്ട് അവന്റെ തലയിൽ അടിച്ചിട്ട് എങ്ങനെ പുറത്തു കൊണ്ടിരുന്നു നോക്കിയോ. എന്റെ മൂക്ക് അവന് ഇൻഡിക്കേറ്ററിനെ പോലെ ആക്കിയല്ലോ. അവനെ ഞാൻ വെറുതെ വിടില്ല കട്ടു. നീ എന്നെ തൊടാൻ ശ്രമിക്കരുത് കട്ടു. അവന്റെ മറക്കുന്ന രോഗമുണ്ടല്ലോ, അത് ഞാൻ കുറെ സഹിച്ചു. ഇനി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ ആ ഡോറ് തട്ടിക്കൊണ്ടിരിക്കും, എന്നാലും അവന്റെ ശ്രദ്ധ ഇവിടെ ഉണ്ടാവുള്ളൂ. പുറകിലുള്ള ജനാല വഴി ഞാൻ അകത്ത് പോയിട്ട് അവന്റെ തല മണ്ടക്കിട്ട് ഒരു കൊട്ട കൊടുത്താണ്ടല്ലോ, പിന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും മറക്കില്ല. എന്നിട്ട് അവന്റെ മുക്ക് ഇതുപോലെ ആക്കിയില്ലെങ്കിൽ എന്റെ പേര് ഞാൻ പട്ടിക്കിടും നോക്കിയോ. നീ ഡോറ് നോക്കിയ ഞാൻ അപ്പുറത്തൂടെ പോവാം. അല്ല കട്ടു, അവന്റെ മൂക്ക് ഞാൻ ശരിയാക്കും. എടാ മോനെ ദിനേശ, ദോ വന്നടാ. നീ എന്റെ മൂക്കിൽ തന്നെ അമ്പ് വിടുവല്ലേ? എന്റെ ഈശ്വര, ഗഡു മതിയടാ, തട്ടുന്നത് നിർത്തടാ. ഇവിടെ നോക്കടാ, താഴെ. ഞാൻ നോക്കോട്ടായടാ. എന്തൊരു ഓ നോ,
നമുക്കൊരു കാര്യം ചെയ്യാം. പ്രൊഫസറിന്റെ ലാബിൽ പോയിട്ട് ഫ്രിഡ്ജ് വഴി നമുക്ക് വീട്ടിലേക്ക് കയറാം. ടിങ് ടോങ്ങിന് ആ വഴി അറിയില്ലല്ലോ. ഫ്രിഡ്ജിൽ നിന്ന് ചാടി ഉടനെ അവന്റെ തലക്കിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ ശരിയാവും. അതെ അതെ, ഞാൻ ചോദിച്ച സാധനങ്ങളൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യൂ. ഞാൻ മേലെ തന്നെയുണ്ട്. അകട്ടുപെട്ടു. നിങ്ങളെ ഇപ്പൊ കാണുമ്പോ ഏതോ യുദ്ധം കഴിഞ്ഞു വരുന്നത് പോലെ ഉണ്ടല്ലോ. ജയം നിങ്ങൾക്കായിരുന്നോ? യുദ്ധം തന്നെ ആയിരുന്നു ഡോക്ടറെ. ടിങ് ടോങ് ഞങ്ങളുടെ ഓഫീസ് പിടിച്ചിരിക്കുക. അവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ ഏതോ രാജാവിന്റെ സോൾജർ ആണെന്നാണ്. ഇനി അവന്റെ തലയ്ക്ക് അടി കിട്ടിയാൽ മാത്രമേ ശരിയാവുള്ളൂ ഡോക്ടർ. കുറച്ച് വെള്ളം കുടിക്കാം. ഒടുക്കത്തെ ദാഹാണെന്നേ. എനിക്ക് വെള്ളം കുടിച്ചേ പറ്റൂ. എന്തോന്നാണോ ഇത്? ഇത് ഫ്രിഡ്ജാണോ അതോ ഷൂറാക്കാണോ? ഇവിടെ എന്ത് കാണുന്നു അത് സത്യമല്ല. പിന്നെ സത്യമായിട്ടുള്ളതൊന്നും നിങ്ങൾക്ക് കാണാനും പറ്റില്ല. അതായത് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഓഹോ, ഇനി ടിങ് ടോങ്ങിന് ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വരൂ ബട്ടു. ഇതെന്താ ഈ കാണിക്കുന്നത്? എനിക്ക് ഷോക്ക് അടിക്കുന്നല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടെ ഉള്ളതൊന്നും സത്യമായിരിക്കില്ലെന്ന്. എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത്? ഈ കഥ ഞാൻ ശത്രുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് നിങ്ങൾ ശത്രുവിന് കൊടുക്കണം. അപ്പോഴവൻ നിങ്ങളെ അടിക്കാൻ വരും. ഈ കഥയാണെങ്കിൽ അവന് തിരിച്ചടിക്കുകയും ചെയ്യും. ഓ എന്റെ ഡോക്ടറെ, എന്തെങ്കിലും ഒന്ന് തന്ന് ടിങ് ടോങ്ങിനെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യണം. ഈ സ്പ്രേ എടുത്തോണ്ട് പോയി അവന്റെ ദേഹത്ത് സ്പ്രേ ചെയ്യൂ. അപ്പോഴവൻ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയം നോക്കി അവന്റെ തലയ്ക്കൊരു പെട കൊടുക്കൂ. തലയ്ക്ക് പെട കിട്ടിയവൻ മിണ്ടാതെ അവിടെ ഇരുന്നോളും. ഇതെങ്ങനെയുണ്ട്? താങ്ക് യു ഡോക്ടർ. വരൂ ബട്ടു, നമുക്ക് ഫ്രിഡ്ജ് വഴി വീട്ടിലേക്ക് പോവാം. അതിങ്ങോട്ട് താകട്ടു. ആദ്യം ഈ ബട്ടുവാണ് പോകുന്നത്. അവന്റെ മൂക്ക് ഞാൻ ശരിയാക്കുമെന്ന്. ഈ ബട്ടുവിൽ നിന്ന് റിവഞ്ച് എടുക്കുന്ന സമയമാണ്. ടിങ് ടോങ്. ആരെയും തൊടില്ല ഞാൻ. എന്താ പറ്റിയത്? ചൊറിയതല്ലോ. ചൊറിഞ്ഞിട്ടോയെ ദേഹം മൊത്തം ചൊറിയതല്ലോ. പ്രൊഫസറെ എന്തെങ്കിലുമൊക്കെ ചെയ്യ. ചൊറിഞ്ഞിട്ടോ ഏട്ടാ. ചൊറിയുന്ന അല്ലോ, ചൊറിയുന്നല്ലോ. ചൊറിയുന്നല്ലോ. പണിപാളിയതാണല്ലോ തോന്നുന്നത്. ദേഹം പീരങ്കിയായിട്ടല്ല വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നതിലും ബുദ്ധി രക്ഷപ്പെടുന്നതാണ്. വേണ്ട വേണ്ട ടിങ് ടോങ്. മഹാരാജാവ് നീരാജ് വിജയിക്കട്ടെ. ഇനി ആരെങ്കിലും ഈ കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ചാൽ അവന്റെ കഥ ഞാൻ കഴിക്കും. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ടിങ് ടോങ് ഇപ്പോൾ പ്രൊഫസറിന്റെ വീട്ടിലും കയറി കഴിഞ്ഞു. ഓക്കെ, ഫുൾ സ്പീഡ്, ഫുൾ ഫോഴ്സ്. എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇതൊക്കെ? എന്റെ നടു.
എടാ, ആരുടെ വാതിൽ ഇടിച്ചു പൊളിച്ച് മോഷ്ടിക്കാനായി ഇപ്പൊ നോക്കിയത്? യു ഓൾ ആർ അണ്ടർ അറസ്റ്റ്. എന്റെ അടുത്തുനിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഓടിച്ചിട്ട് പിടിക്കുന്നതായിരിക്കും. സാറേ, ഇത് ഞങ്ങളുടെ ഓഫീസാണ്. ടിങ് ടോങ് അകത്ത് ഇത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിലപ്പോ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങ് തിരിച്ചു തരും. മഹാരാജാവ് അതിരാജ് വിജയിക്കട്ടെ! മഹാരാജാവ് അതിരാജ് വിജയിക്കട്ടെ! മര്യാദയ്ക്ക് ഇവിടെ എല്ലാവരും പോയിക്കോളൂ, അല്ലെങ്കിൽ ആർക്കും ജീവൻ കാണില്ല. ഇങ്ങോട്ട് നോക്കൂ ടിങ് ടോങ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. മര്യാദയ്ക്ക് നീ കീഴടങ്ങുന്നതാണ് നല്ലത്. നിയമത്തിന്റെ കൈകൾക്ക് മാത്രമല്ല നീളം, കാലിനും നീളമുണ്ടെന്നുള്ള കാര്യം നിനക്കറിയുമോ? ഞാൻ നിന്നെ ഓടിച്ചിട്ട് പിടിക്കുന്നതായിരിക്കും. പട്ടുയുടെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നമുണ്ടാകാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ. ഇനി നിങ്ങൾക്ക് ആർക്കും ഒരാപത്തുമില്ല. അവൻ ഇപ്പൊ തന്നെ വന്ന് നമ്മുടെ മുമ്പിൽ സറണ്ടർ ആവുന്നതാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഏതവനും കേട്ടോളും. മനസ്സിലായോ? സാറേ, ഓടിക്കോ. ഞാൻ നിങ്ങളെ പോലെ ഓടുന്നവനല്ല, ഓടിപ്പിക്കുന്നവനാണ്. അവനിപ്പോ വാതില് തുറന്ന് എന്നോട് വന്ന് പറയും ഞാൻ സറണ്ടർ ആയെന്ന്. ഞാൻ സറണ്ടറായി, ഞാൻ സറണ്ടറായി, ഞാൻ സറണ്ടറായി, ഞാൻ സറണ്ടറായി. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ. ഡിങ് ഡോങ്, ഞാൻ സറണ്ടറായി, സറണ്ടറായി. ഞാൻ കൈകൂപ്പി പറയുന്നു സറണ്ടറായി. മഹാരാജാവ് വിജയിക്കട്ടെ, വിജയിക്കട്ടെ. മഹാരാജ് വിജയിക്കട്ടെ. ചമ്പക് സിംഗ്, ചായ കൊണ്ടുവരാൻ. കൊണ്ടുവരാൻ സാറേ, ചായ കൊണ്ടുവരാൻ സാറേ. അവിടെ നിൽക്കൂ ശത്രുക്കളെ, നിങ്ങളോട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ വേഗം തിരിഞ്ഞു പോയിക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. കാരണം ഈ കൊട്ടാരത്തിനകത്തേക്ക് ഞാൻ ആരെയും കടത്തി വിടില്ല. മഹാരാജ് ധീരാജ് വിജയിക്കട്ടെ. മഹാരാജാവ് വിജയിക്കട്ടെ. ഇത് ഇച്ചിരി കൂടി പോയല്ലോ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഇനി ഇതിൽ കയറിയിരുന്നോളൂ. ഇത് മേലോട്ട് പറക്കുമ്പോ ഇതിലിരുന്നോണ്ട് തന്നെ അവൻ അറ്റാക്ക് ചെയ്യൂ. ഏ കട്ടു, ഈ ബഡു ഇത് ഉപയോഗിച്ച് പറന്ന് മേലെ പോവും, എന്നിട്ട് ചിന്നി വഴി വീടിന്റെ അകത്തേക്ക് പോകും. അവൻ ഈ ഡോറിന്റെ പുറകെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിന്റെ അകത്ത് പോയിട്ട് അവന്റെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തിട്ട് അവന്റെ പഴയ രീതിയിലാക്കും ഞാൻ. ആ കൊള്ളാം. ഞാൻ മുമ്പോട്ട് പോകാം, എന്നിട്ട് അവനെ ഡൈവേർട്ട് ചെയ്യാം. എന്നിട്ട് നീ പുറകിന്ന് വന്നാ മതി. ഡൺ. അവിടെ നോക്കൂ, അത് കണ്ടോ? അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ? യൂസ് മീ. ഗവൺമെന്റ് നമുക്ക് വേണ്ടി ടോയ്ലറ്റ് ഉണ്ടാക്കിയിരിക്കുക. ഇനി നമ്മൾ ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വരൂ, നമുക്ക് പോയി യൂസ് ചെയ്യാം. എന്താ നിങ്ങൾ ചെയ്യുന്നത്? പബ്ലിക് ടോയ്ലറ്റ് അല്ല. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും സൈഡിലേക്ക് പോകാൻ പറഞ്ഞ ഇവിടെ വരരുത്. പറഞ്ഞ് ഇവിടെ അല്ല, അവിടെ അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യും.
ചിമ്നി വഴി ഇറങ്ങിയേ പറ്റുള്ളൂ. ഭടന്മാരെ എങ്ങനെയെങ്കിലും കോട്ടയ്ക്കകത്ത് കടക്കുവാൻ ശ്രമിക്കൂ. നിന്റെ മൂക്കിൽ ഞാനാണ് കൈ വെക്കുള്ളൂ. വീരനെ, നിന്റെ പരാക്രമം കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ ഈ പരാക്രമ ശൈലി കാണുമ്പോൾ എനിക്ക് നിങ്ങളെ എന്റെ ദളപതിയാക്കാൻ തോന്നുന്നു. ടിങ്ടോങ്ങിനെ പിടിച്ചു തരുന്നവർക്ക് 10,000 രൂപ ഞാൻ സമ്മാനമായി തരുന്നതാണ്. സോറി ടിങ്ടോങ്, ഇവിടെ സംഭവിക്കുന്നതൊക്കെ തെറ്റാണ്. ഞങ്ങൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാറില്ല, തെറ്റായ ആളുകളുടെ കൂടെ കൂടാറില്ല. കട്ടു, അവനെ വെറുതെ വിടരുത്. അവൻ അടിക്കുന്ന എല്ലാ അടിക്കും തിരിച്ചടി കൊടുത്തേ പറ്റൂ. കട്ടു, അവനൊരു വഴിയാക്കാൻ പറഞ്ഞ നീ എന്നൊരു വഴിയാക്കാണല്ലോ. ഈ യുദ്ധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നീ പോയി മഹാരാജാവായിട്ട് തിരിച്ചു വാ. സബാഷ് വീരനെ, സബാഷ്. നിങ്ങളുടെ ധീരം കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. നിങ്ങൾ എല്ലാ ശത്രുക്കളെയും വളരെ എളുപ്പത്തിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ഇപ്പോൾ തന്നെ നിർത്തേണ്ടതാണ്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കുന്നു. നിങ്ങളുടെ വീരത്തിന് പ്രോത്സാഹനമായി നമ്മുടെ പടയുടെ തലവനാക്കി നിങ്ങളെ ഞാൻ മാറ്റുന്നു. അത് മാത്രമല്ല, കുറച്ച് സമ്മാനങ്ങളായി ഞാൻ വൈരങ്ങൾ തരാമെന്ന് വിചാരിക്കാം. പിന്നെ നിങ്ങളുടെ പേരിൽ 2 കൊട്ടാരങ്ങൾ ഞാൻ എഴുതി തരാം. അത് മാത്രമല്ല, 2 നദികളും ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം. മഹാരാജാവേ, നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല. എവിടെ പോയാലും ഈ വാള് കൊണ്ട് നിന്നെ. ഞാൻ ഈ വേഷത്തിൽ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ പറയാം നീ ഇവിടെ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ടിങ്ടോങ്, നീ അകത്തേക്ക് പോ, വേഗം പോ, വേഗം. ഞാൻ അവനെ വെറുതെ വിടില്ല. അവൻ എന്റെ ലേബൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. മാത്രമല്ല എന്റെ ഓഫീസ് അവൻ തല്ലി തകർത്തു.
ആഹാ. അവൻ വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല ഡോക്ടർ. അവന് മറവിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാ. ആ? നല്ല സ്വഭാവമാണ് അല്ലെങ്കിൽ അവന്റേത്. ഗട്ടു ബട്ടു സാബ്ജി, നിങ്ങളുടെ ഓഫീസിലെ എല്ലാ സാധനങ്ങളും പൊട്ടി തവിടുപൊടിയായി. ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോ ഇതൊക്കെ എങ്ങനെ സംഭവിച്ച? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാബ്ജി. ഞാൻ ഈ ഓഫീസിലുള്ള സമയത്താണ് ഇതൊക്കെ നടന്നെന്ന് ആലോചിക്കുമ്പോ വളരെ വിഷമമുണ്ട്. ഞാൻ പോവാ. ഞാൻ ഇനി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഇഡ്ലി തട്ട് നെഞ്ചിൽ കെട്ടിവെച്ചിട്ട് എന്ത് പ്രയോജനമാണ് സാബ്ജി? ഞാൻ എന്റെ കർത്തവ്യം ശരിക്കും നിർവഹിച്ചില്ല. ഞാൻ പോവാണ്. എനിക്ക് പരിശീലനം വളരെ കുറവാണ് സാബ്ജി, കുറവാണ്. അവൻ എങ്ങോട്ട് പോവാനാ? എന്ത് കഴിക്കും? എവിടെ താമസിക്കും? ഭക്ഷണം ഒന്നും കിട്ടാതെ ഭിക്ഷക്കാരെ പോലെ അവൻ റോഡിൽ കിടന്നുറങ്ങും. ഇനി വീണ്ടും അവന് മറവി വന്നാൽ പിന്നെ അവൻ ഒരിക്കൽ പോലും പറയാൻ പറ്റില്ല അവൻ ഇവിടെ നിന്നാണ് വന്നത് എന്ന്. അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവന് നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ബട്ടു, നീ കരയുകയാണോ? ഞാൻ കരഞ്ഞില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? അത് കോൾഡ് അധികമായിട്ട് കണ്ണിൽ കൂടെ വെള്ളം വരുന്നു. അത് മനസ്സിലായില്ലേ? അത് കോൾഡ് വന്നാ ഇപ്പൊ മൂക്കിന്ന് വെള്ളം വരുന്ന പോലെ കണ്ണിന്ന് വെള്ളം വന്നു, അത്രേ ഉള്ളൂ. ഏയ് ടിങ് ടോങ്, അവിടെ നിക്ക്. ടിങ് ടോങ് പറയുന്നത് കേക്ക്. ഏയ് ടിങ് ടോങ് നിക്ക്. നീ എന്തിനാ ചെറിയ കുട്ടികളെ പോലെ പിണങ്ങി പോകുന്നേ? നമ്മുടെ ഓഫീസിലെ പ്രശ്നം വരുന്നതിന് കാരണം നീയാണെന്ന് ആരുടെ പറഞ്ഞത്? അതിന് കാരണം ഞങ്ങൾ മാത്രാണ്. ആദ്യ പ്രശ്നം ഇയാള് കാരനാണ്. റിസർച്ച് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇയാൾ ചെയ്ത് കൂട്ടുന്നതെന്ന് അറിയോ? എന്താണെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അതൊക്കെ ഒരു വലിയ കാര്യമാണോ? നീ നമ്മുടെ പയ്യനല്ലേ? ഇന്ന് തൊട്ട് ഞാൻ നിന്നെ നോക്കിക്കോളാം. നീ എന്റെ സഹോദരനാണ്, നീ എന്റെ കൂട്ടുകാരനാണ്, മനസ്സിലായോ? Watch India's largest kids library only on Jio Hotstar. Download the app now.